ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു BJ Honeycomb. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എംബ്രോയ്ഡറി ഹൂപ്പ് ആർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മേരി ക്രിസ്മസ് ഡിസൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യും, അതിന് ശേഷമാണ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാബ്രിക് ആക്രിലിക് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് ബ്രഷും. എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് 3 കളർ ത്രെഡും. അത് നമുക്ക് വൈറ്റ് കളർ വെച്ച് ബേസ് കോട്ട് കൊടുക്കാം. സാപ്പ് ഗ്രീൻ ആണ്, ലീഫിനും സ്റ്റെമ്മിനും ഒക്കെ സാപ്പ് ഗ്രീൻ കൊടുക്കാം. ക്രിംസൺ റെഡാണ്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസൊക്കെ നമുക്ക് ക്രിംസൺ റെഡ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി 3 സ്റ്റാൻഡ്സ് ത്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ചെയ്യുന്നത് സ്പ്ലിറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ അതിങ്ങനെ കുത്തിയെടുത്ത് നമ്മൾ തൊട്ടടുത്തായിട്ട് കുത്തി ഇറക്കിയതിന് ശേഷം ആദ്യം കുത്തിയതിൻ്റെ നടുവിലൂടെ വീണ്ടും കുത്തിയെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാം. അതിനുവേണ്ടി 6 സ്റ്റാൻഡ്സ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ റൗണ്ടിന് ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ ഓരോ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം. അത് 5, 7 എന്നിങ്ങനെ ഒരു ഓഡ് നമ്പർ പോലെ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആദ്യം ഈ റൗണ്ടിന് ചുറ്റുമായിട്ട് സൈഡിൽ നിന്ന് കുത്തി നടുവിലേക്ക് കുത്തിയെടുക്കണം. അതിനുശേഷം ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് നമ്മൾ കുത്തിയെടുത്തിട്ട് തൊട്ടടുത്തുള്ള ആ സ്ട്രെയിറ്റ് ലൈൻ വിട്ട് അടുത്തതിൻ്റെ ഉള്ളിലോട്ട് കോർത്തെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്നോരോന്ന് ഇടവിട്ടിട്ട് അടിയിലും മുകളിലോട്ടുമായിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് നമ്മൾ ആ ഒരു രീതിയിലാണ് ചുറ്റി വരുന്നത്. ഒരു വൂവൻ റോസ് ആ രീതിയിൽ ചെയ്തു വരിക.
ഇനി ഇതിന് മിഡിലായിട്ട് നമുക്കൊരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. 6 ആൻസർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നീഡിലോട്ടൊരു 4-5 തവണ ചുറ്റി കൊടുക്കുക. അതിങ്ങനെ കുത്തിയെടുത്ത് തന്നെ കുത്തിയിറക്കി പതുക്കെ താഴോട്ടേക്ക് വലിച്ചെടുക്കുക. അടുത്തൊരു വീൽ ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിങ്ങനെ റൗണ്ടിൻ്റെ അറ്റത്തു നിന്ന് കുത്തിയെടുത്ത് നമ്മൾ മിഡിലോട്ട് കുത്തിയിറക്കുക. നേരത്തെ എടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തിയെടുക്കുക. അപ്പോൾ അവിടെ ഒരു ലോക്ക് വരും. അതുപോലെ തന്നെ വീണ്ടും മിഡിലിൽ കുത്തി നമ്മൾ നേരത്തെ കുത്തിയതിൻ്റെ തൊട്ടടുത്തുനിന്ന് കുത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സർക്കിൾ മുഴുവൻ ചുറ്റി വരുന്നത്. കുഞ്ഞ് ലീഫ് ചെയ്യുന്നത് ഡബിൾ ലേസി ഡേസി വെച്ചിട്ടാണ്. മറ്റേ വലുതൊക്കെ ചെയ്യുന്നത് നേരത്തെ ചെയ്തതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ഇതുപോലെ ഒരു ഡേസി ചെയ്തതിന് ശേഷം അതേ അറ്റത്ത് തന്നെ ഒന്നുകൂടെ കുത്തിയെടുത്ത് അതിൻ്റെ ഉള്ളോട്ടായിട്ട് ഒരു ലേസി കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഇനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും മെറി ക്രിസ്മസ്.